നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു മരണത്തിന്റെ കഥയാണ്. അല്ല, അതൊരു കൊലപാതകമായിരുന്നോ? അതോ വിധിയായിരുന്നോ? ഈ കഥയിലെ നായകൻ ഒരു മനുഷ്യനല്ല, അതൊരു ബ്രാൻഡാണ്. 90കളിൽ നമ്മുടെ വീടുകളിൽ സംഗീതം നിറച്ച പേര് ഐവ. ആ ചുവന്ന ലോഗോ ഓർമ്മയുണ്ടോ? ഒരു കാലത്ത് സോണി, പാനസോണിക് എന്നിവർക്കൊപ്പം തല ഉയർത്തി നിന്ന ജപ്പാൻകാരൻ. പക്ഷെ പെട്ടെന്നൊരു ദിവസം ആ പേര് അപ്രത്യക്ഷമായി. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് ആ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ ജപ്പാൻ രാജ്യം തകർന്നു കിടക്കുകയാണ്. ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ട സമയം. അവിടെ ടോക്കിയോയിൽ 1950 ഒരു ചെറിയ കമ്പനി തുടങ്ങി. പേര് ഐക്കോ ഡെങ്കി സാങ്യോ. മൈക്രോഫോണുകൾ ഉണ്ടാക്കാനാണ് അവർ തുടങ്ങിയത്. തുടക്കം വളരെ ചെറുതായിരുന്നു, പക്ഷേ അവരുടെ സ്വപ്നങ്ങൾ വലുതായിരുന്നു. 1959 അവർ പേര് മാറ്റി ഐവ. ജാപ്പനീസ് ഭാഷയിൽ സ്നേഹം, ഐക്യം എന്നൊക്കെയാണ് ഇതിനർത്ഥം. പക്ഷേ വരാൻ പോകുന്ന കാര്യങ്ങളിൽ സ്നേഹം കുറവായിരുന്നു, യുദ്ധമായിരുന്നു കൂടുതൽ. ഐവ തുടക്കം മുതൽ തന്നെ ഒരു റിബലായിരുന്നു, അതായത് ആരെയും അനുസരിക്കാത്ത സ്വഭാവം. 1964 അവർ ജപ്പാനിലെ ആദ്യത്തെ കാസറ്റ് ടേപ്പ് റെക്കോർഡർ ഉണ്ടാക്കി. അതൊരു വിപ്ലവമായിരുന്നു. അതുവരെ പാട്ട് കേൾക്കാൻ വലിയ ഗ്രാമഫോണുകൾ വേണമായിരുന്നു, അല്ലെങ്കിൽ വലിയ റേഡിയോ വേണമായിരുന്നു. പക്ഷേ ഐവ അത് മാറ്റി. പാട്ട് നമുക്ക് കൊണ്ടു നടക്കാമെന്ന് അവർ കാണിച്ചു തന്നു. ഐവ വളർന്നു. അവരുടെ സാധനങ്ങൾക്ക് വലിയ ക്വാളിറ്റി ഉണ്ടായിരുന്നു, കാണാനും നല്ല ഭംഗി. ജപ്പാനിലെ ജനങ്ങൾ ഐവയെ സ്നേഹിച്ചു തുടങ്ങി. പക്ഷേ അവരുടെ വിധി മാറ്റി എഴുതിയത് 1969 നടന്ന ഒരു സംഭവമാണ്. ആരും അറിയാത്ത ആ കൈമാറ്റം. ഇവിടെയാണ് കഥയിലെ ആദ്യത്തെ ട്വിസ്റ്റ്. 1969 ഐവയ്ക്ക് സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു. ബിസിനസ് വലുതാക്കാൻ പണം വേണം. അപ്പോൾ അവരെ സഹായിക്കാൻ ഒരു വലിയ കമ്പനി വന്നു, സോണി. സോണി അപ്പോഴേക്കും വലിയൊരു ഭീമനായി മാറിയിരുന്നു. സോണി ഐവയുടെ ഷെയറുകൾ വാങ്ങി. ഭൂരിഭാഗം ഓഹരികളും സോണിയുടെ കയ്യിലായി. അതോടെ ഐവയുടെ നിയന്ത്രണം പരോക്ഷമായി സോണിയുടെ കയ്യിലായി. പക്ഷേ സോണി ഒരു കാര്യം ചെയ്തു. അവർ ഇത് പുറത്തധികം അറിയിച്ചില്ല. ഐവ ഒരു സ്വതന്ത്ര കമ്പനിയായി തന്നെ തുടർന്നു. അവർ സോണിയുമായി മത്സരിച്ചു. ഒരേ കടയിൽ സോണിയുടെ ഉൽപ്പന്നവും ഐവയുടെ ഉൽപ്പന്നവും വിൽക്കാൻ വെക്കും. ആളുകൾ വിചാരിക്കും ഇവർ ശത്രുക്കളാണെന്ന്. പക്ഷേ ലാഭം പോകുന്നത് ഒരേ പോക്കറ്റിലേക്കാണ്. ഇതൊരു തന്ത്രമായിരുന്നോ? പലരും പറയുന്നത് സോണി ഐവയെ ഒരു പരീക്ഷണ വസ്തുവായി ഉപയോഗിച്ചു എന്നാണ്. സോണിക്ക് ചെയ്യാൻ മടിയുള്ള പുതിയ പരീക്ഷണങ്ങൾ അവർ ഐവയിലൂടെ നടത്തി. റിസ്ക് ഉള്ള കാര്യങ്ങൾ ഐവ ചെയ്യട്ടെ. വിജയിച്ചാൽ സോണിക്ക് എടുക്കാം, പരാജയപ്പെട്ടാൽ ഐവ സഹിക്കട്ടെ. ഇതായിരുന്നു ലൈൻ. VHS കാസറ്റുകൾ ഓർമ്മയില്ലേ? അതിനു മുൻപ് സോണി കൊണ്ടുവന്നതാണ് ബീറ്റാമാക്സ്. പക്ഷേ അത് പരാജയപ്പെട്ടു. സോണിയുടെ ഈ പരാജയപ്പെട്ട ടെക്നോളജി ഐവയും ഉപയോഗിക്കേണ്ടി വന്നു. സോണി നിർബന്ധിച്ചു എന്ന് തന്നെ പറയാം. പക്ഷേ അത് ഐവയ്ക്ക് വലിയ നഷ്ടമുണ്ടാക്കി. എങ്കിലും 70കളിലും 90കളിലും ഐവ കുതിച്ചു. നമുക്കറിയാം, വാക്മാൻ കൊണ്ടുവന്നത് സോണിയാണ്. ലോകം മുഴുവൻ പാട്ട് കേൾക്കാൻ വാക്മാൻ വാങ്ങി. പക്ഷേ അതിനെ വെല്ലുവിളിച്ചത് ഐവയാണ്. ഐവയുടെ കാസറ്റ് ബോയ്. ഇതൊരു ഗംഭീര സാധനമായിരുന്നു. സോണിയുടെ വാക്മാനേക്കാൾ സ്റ്റൈലനായിരുന്നു അത്. കൂടുതൽ ഫീച്ചറുകൾ ഉണ്ടായിരുന്നു. ഓട്ടോ റിവേഴ്സ്, ഇക്വലൈസർ, റെക്കോർഡിംഗ്, അങ്ങനെ പലതും. മാത്രമല്ല വിലയും കുറവ്. യുവാക്കൾ ഐവയുടെ പിന്നാലെ പോയി. ഐവയുടെ മ്യൂസിക് സിസ്റ്റങ്ങൾ അത് വേറൊരു ലെവലായിരുന്നു. 3 CD ഇടാൻ പറ്റുന്ന, 2 കാസറ്റ് ഇടാൻ പറ്റുന്ന വലിയ സ്പീക്കറുകളുള്ള സിസ്റ്റങ്ങൾ. അത് വീട്ടിലിരിക്കുന്നത് ഒരു ഗമയായിരുന്നു. പാട്ട് കേൾക്കാൻ മാത്രമല്ല, അയൽക്കാരെ കാണിക്കാൻ കൂടി വേണ്ടിയാണ് ആളുകൾ ഐവ വാങ്ങിയത്. 90കളുടെ അവസാനമായപ്പോഴേക്കും ലോകത്തിലെ മിനി വൈഫൈ വിപണിയുടെ 30% ഐവയുടെ കയ്യിലായി. സോണിയേക്കാൾ വിൽപ്പന പലയിടത്തും ഐവയ്ക്കായിരുന്നു. മിഡിൽ ഈസ്റ്റിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലും ഐവ രാജാവായി വാണു. പക്ഷേ ഈ വളർച്ചയുടെ പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ഒരു വലിയ വീഴ്ചയ്ക്ക് മുൻപുള്ള ശാന്തത മാത്രമായിരുന്നു അത്. ഇനി നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഐവയുടെ പതനത്തിന് ആക്കം കൂട്ടിയ ഒരു വലിയ അധ്യായം ഇവിടെയുണ്ട്. നിങ്ങൾ കബീർ മുൽചന്ദാനി എന്ന പേര് കേട്ടിട്ടുണ്ടോ? 90കളിൽ ഇന്ത്യൻ TV വിപണിയെ വിറപ്പിച്ച ബിസിനസ്സുകാരൻ. ബാരൻ ഇന്റർനാഷണൽ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമ്പനി. ആദ്യം അദ്ദേഹം അക്കായി എന്ന ജാപ്പനീസ് ബ്രാൻഡ് TV വിൽക്കാൻ തുടങ്ങി. പഴയ TV കൊടുത്താൽ പുതിയ TV എന്ന ഓഫർ കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എക്സ്ചേഞ്ച് ഓഫർ. അത് വൻ ഹിറ്റായി. ഇന്ത്യക്കാർക്ക് അതൊരു പുതിയ അനുഭവമായിരുന്നു. പഴയതും പോകും, പുതിയതും കിട്ടും, വിലയും കുറവ്. പക്ഷേ അക്കായി കമ്പനിയുമായി അദ്ദേഹം തെറ്റി. അപ്പോഴാണ് അദ്ദേഹം ഐവയെ കൂട്ടുപിടിക്കുന്നത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. ഐവ ഒരു പ്രീമിയം ബ്രാൻഡായിരുന്നു. നല്ല വിലയുള്ള, ജാപ്പനീസ് ക്വാളിറ്റിയുള്ള സാധനം. സോണിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ബ്രാൻഡ്. പക്ഷേ മുൽചന്ദാനി ഐവയെ തെരുവിൽ വിറ്റു. ഒരെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ, പഴയത് കൊടുത്താൽ പുതിയത്, കൂടെ സ്വർണ്ണ നാണയം. ഇങ്ങനെ വില കുറച്ച് ഓഫറുകൾ വാരിക്കോരി നൽകി. പത്രങ്ങളിൽ മുഴുവൻ ഐവയുടെ പരസ്യങ്ങൾ. ആളുകൾ ഐവ TVയും മ്യൂസിക് സിസ്റ്റവും വാങ്ങിക്കൂട്ടി. വീടുകളിൽ ഐവ നിറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന ബ്രാൻഡായി ഐവ മാറി. പക്ഷേ ഇതിനൊരു മറുവശമുണ്ടായിരുന്നു. ഐവയുടെ വില പോയി. അതൊരു ചീപ്പ് സാധനമായി ആളുകൾ കാണാൻ തുടങ്ങി. ഇത്ര വിലക്കുറവിൽ കിട്ടുന്ന സാധനം നല്ലതാകുമോ എന്ന സംശയം ആളുകളിൽ വന്നു. പണ്ട് ഐവ വീട്ടിലുണ്ടെങ്കിൽ അത് അഭിമാനമായിരുന്നു. ഇപ്പോൾ അത് വെറും ഒരു ഓഫർ പീസായി. സർവീസ് കിട്ടാതായി. സാധനങ്ങൾ പെട്ടെന്ന് കേടാകാൻ തുടങ്ങി എന്ന പരാതികൾ വന്നു. വിറ്റ സാധനങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ ബാരൻ ഇന്റർനാഷണലിന് കഴിഞ്ഞില്ല. പാർട്സ് കിട്ടാനില്ല, റിപ്പയർ ചെയ്യാൻ ആളില്ല.
കൂടാതെ ബാരൻ ഇന്റർനാഷണലും ഐവയും തമ്മിൽ പണത്തിന്റെ കാര്യത്തിൽ തർക്കങ്ങളുണ്ടായി. കണക്കുകളിൽ കൃത്രിമം നടന്നുവെന്ന് ആരോപണങ്ങൾ വന്നു. ഐവയ്ക്ക് കിട്ടാനുള്ള കോടിക്കണക്കിന് രൂപ കിട്ടിയില്ല എന്ന് അവർ പരാതിപ്പെട്ടു. ഒടുവിൽ ആ പാർട്ണർഷിപ്പ് തകർന്നു. 2002 ഐവ ഇന്ത്യയിലെ പ്രവർത്തനം നിർത്തി. പക്ഷേ അപ്പോഴേക്കും ഇന്ത്യയിൽ ഐവ എന്ന ബ്രാൻഡിന്റെ ഇമേജ് തകർന്നു കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് രാജാവായിരുന്നവൻ വെറും ഭിക്ഷക്കാരനെ പോലെയായി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകമെമ്പാടും ഐവയ്ക്ക് തിരിച്ചടികൾ കിട്ടിത്തുടങ്ങി. 2000 കാലഘട്ടം ലോകം മാറുകയായിരുന്നു. ടെക്നോളജി മാറുകയായിരുന്നു. കാസറ്റുകൾ പോയി, CD-കൾ പോയി, MP3 വന്നു, കമ്പ്യൂട്ടറുകൾ വന്നു, ഇന്റർനെറ്റ് വന്നു, ആപ്പിളിന്റെ ഐപോഡ് വന്നു. ഐവ എവിടെയായിരുന്നു? അവർ ഇപ്പോഴും പഴയ കാസറ്റ് പ്ലെയറുകളും വലിയ സ്പീക്കറുകളും ഉണ്ടാക്കുകയായിരുന്നു. ഡിജിറ്റൽ ലോകത്തേക്ക് മാറാൻ അവർ വൈകി. കാലം മാറിയത് അവർ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അറിഞ്ഞില്ലെന്ന് നടിച്ചു. അവർക്ക് സ്വന്തമായി നല്ല കമ്പ്യൂട്ടർ ടെക്നോളജി ഇല്ലായിരുന്നു. സോണിക്കുണ്ടായിരുന്നു. സോണി ലാപ്ടോപ്പുകളും ഡിജിറ്റൽ ക്യാമറകളും ഉണ്ടാക്കി. പക്ഷേ സോണി ആ ടെക്നോളജി ഐവയ്ക്ക് കൊടുത്തില്ല. ഐവയുടെ ലാഭം കുറഞ്ഞു, നഷ്ടം കൂടി. 2001 ആയപ്പോഴേക്കും കമ്പനി പാപ്പരാകുന്ന അവസ്ഥയിലായി. ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. ബാങ്കുകൾ വായ്പ കൊടുക്കാൻ മടിച്ചു. വിപണിയിൽ നിന്ന് പണം കിട്ടുന്നില്ല. ഐവയുടെ ഓഹരി വില കൂപ്പുകുത്തി. ഐവ മുങ്ങിത്താഴുകയായിരുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ പണമില്ല. ആരെങ്കിലും വന്ന് രക്ഷിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. 2002 സോണി ഒരു പ്രഖ്യാപനം നടത്തി. തങ്ങൾ ഐവയെ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു. അതൊരു ലയനം അഥവാ മെർജർ ആയിരുന്നു. ഐവ എന്ന സ്വതന്ത്ര കമ്പനി ഇല്ലാതായി. അത് സോണിയുടെ വെറും ഒരു ഡിപ്പാർട്ട്മെന്റ് മാത്രമായി മാറി. സോണി പറഞ്ഞു, ഞങ്ങൾ ഐവയെ രക്ഷിക്കാൻ പോകുന്നു. യുവാക്കൾക്ക് വേണ്ടിയുള്ള ബ്രാൻഡാക്കി മാറ്റും. കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാവുന്ന സാധനങ്ങൾ ഉണ്ടാക്കും. ലോകം അത് വിശ്വസിച്ചു. സോണി ഐവയെ രക്ഷിക്കുമെന്ന് എല്ലാവരും കരുതി. പക്ഷെ നടന്നത് നേരെ മറിച്ചാണ്. സോണി ഐവയുടെ ഫാക്ടറികൾ പൂട്ടി. മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഉണ്ടായിരുന്ന വലിയ ഫാക്ടറികൾ അടച്ചുപൂട്ടി. ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. വർഷങ്ങളായി ഐവയ്ക്ക് വേണ്ടി പണിയെടുത്ത എഞ്ചിനീയർമാർ തെരുവിലായി. ഏറ്റവും വലിയ തെറ്റ് സോണി ചെയ്തത് അവിടെയല്ല, അത് ലോഗോ മാറ്റിയതാണ്. ഐവയുടെ ആ പഴയ നല്ല ലോഗോ മാറ്റി. പകരം വിചിത്രമായ ഒരു പുതിയ ലോഗോ കൊണ്ടുവന്നു. ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. പഴയ പ്രതാപം ആ ലോഗോ മാറ്റത്തോടെ പോയി. ഐവയുടെ ക്വാളിറ്റി കുറഞ്ഞു. സോണിയുടെ സാധനങ്ങൾക്ക് വില കൂടുതൽ, ഐവയ്ക്ക് വില കുറവ്. ഇതായിരുന്നു സോണിയുടെ പോളിസി. അതുകൊണ്ട് സോണിയുടെ മോശം സാധനങ്ങൾ ഐവയുടെ പേരിൽ വിറ്റു. സോണിയുടെ മാർക്കറ്റ് പോകരുത് എന്ന് കരുതി ഐവയെ തരം താഴ്ത്തി. വിപണിയിൽ സോണിക്ക് എതിരാളി വേണ്ട എന്ന് സോണി തീരുമാനിച്ചിട്ടുണ്ടാകാം. സ്വന്തം വീട്ടിൽ തന്നെ ഒരു ശത്രുവിനെ വളർത്താൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഐവ വളർന്നാൽ അത് സോണിക്ക് ദോഷം ചെയ്യുമെന്ന് അവർ ഭയന്നു. അങ്ങനെ ഐവ മെല്ലെ മെല്ലെ മരണത്തിലേക്ക് നടന്നു. 2006 ആയപ്പോഴേക്കും ഐവയുടെ വിൽപ്പന വല്ലാതെ കുറഞ്ഞു. ആർക്കും ഐവ വേണ്ട എന്ന അവസ്ഥയായി. ഒടുവിൽ 2008 ആ വാർത്ത വന്നു. സോണി ഐവ എന്ന ബ്രാൻഡ് നിർത്തലാക്കുന്നു. അങ്ങനെ 57 വർഷത്തെ ചരിത്രം അവസാനിച്ചു. ലോകം മുഴുവൻ പാട്ട് കേൾപ്പിച്ച ആ ശബ്ദം നിലച്ചു. ആർക്കും വേണ്ടാത്ത ഒരു പഴയ സാധനം പോലെ സോണി ഐവയെ വലിച്ചെറിഞ്ഞു. പിന്നീട് കുറെ വർഷങ്ങൾ ഐവ എന്ന പേര് ആരും കേട്ടില്ല. പഴയ ക്ലാസിക് പ്ലെയറുകളിൽ പൊടി പിടിച്ചു കിടന്നു. ആക്രിക്കടകളിൽ ഐവയുടെ സ്പീക്കറുകൾ കണ്ടു തുടങ്ങി. ആർക്കും വേണ്ടാത്ത ഒരു ഓർമ്മയായി അത് മാറി. ഒരു തലമുറയുടെ വികാരമായിരുന്നു അത്. ആദ്യമായി പ്രണയിനിയെ പാട്ട് കേൾപ്പിച്ചത്, കൂട്ടുകാരോടൊപ്പം ഡാൻസ് കളിച്ചത് എല്ലാം ഐവയുടെ കൂടെയായിരുന്നു. ആ ഓർമ്മകൾ മാത്രം ബാക്കിയായി. പക്ഷേ ഒരു നല്ല ബ്രാൻഡ് ഒരിക്കലും പൂർണ്ണമായി മരിക്കില്ല എന്ന് പറയുന്നത് സത്യമാണ്. 2017 അത്ഭുതം സംഭവിച്ചു. സോണിക്ക് ഐവ എന്ന പേരിൽ ഇനി താല്പര്യമില്ലായിരുന്നു. അവർ ആ ബ്രാൻഡ് വിൽക്കാൻ തീരുമാനിച്ചു. ഒരു പഴയ ഫയൽ വിൽക്കുന്നത് പോലെ അവർ അത് വിറ്റു. ജപ്പാനിലെയും അമേരിക്കയിലെയും ചില കമ്പനികൾ അത് വാങ്ങി. ടൊവാഡ ഓഡിയോ എന്ന ജപ്പാൻ കമ്പനി ഐവയുടെ അവകാശം നേടി. അവർ പറഞ്ഞു, ഞങ്ങൾ ഐവയെ തിരികെ കൊണ്ടുവരും, പഴയ പ്രതാപത്തോടെ. അങ്ങനെ ഐവ പുനർജനിച്ചു, ഫീനിക്സ് പക്ഷിയെ പോലെ. അവർ പഴയ ലോഗോ തിരികെ കൊണ്ടുവന്നു. ഇന്ന് നിങ്ങൾ വിപണിയിൽ ഐവ ടിവികളും സ്പീക്കറുകളും കാണുന്നുണ്ടാകും. ഇന്ത്യയിലും അവർ തിരിച്ചെത്തി. ഇത്തവണ അവർക്ക് മാറ്റങ്ങളുണ്ട്. പഴയ തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് അവർ പറയുന്നു. ഇപ്പോൾ അവർ ക്വാളിറ്റി നോക്കുന്നുണ്ട്. വില കുറഞ്ഞ ഓഫറുകൾക്ക് പിന്നാലെ പോകുന്നില്ല. പ്രീമിയം സാധനങ്ങൾ ഉണ്ടാക്കാനാണ് അവരുടെ ശ്രമം. ഇന്ത്യയിൽ അവർ 2021 വീണ്ടും വന്നു. ബാരൻ ഇന്റർനാഷണൽ ഉണ്ടാക്കിയ ചീത്തപ്പേര് മാറ്റാൻ അവർ ശ്രമിക്കുന്നുണ്ട്. നല്ല സ്പീക്കറുകളും ടിവികളും അവർ വിൽക്കുന്നു. സോണിയുമായി ഇപ്പോൾ അവർക്ക് ബന്ധമില്ല. അവർ സ്വതന്ത്രമാണ്. ഐവയുടെ കഥയിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം? ഇത് വെറും ഒരു കമ്പനിയുടെ കഥയല്ല. നമ്മുടെ ജീവിതത്തിലും ഇതിൽ നിന്ന് പാഠങ്ങളുണ്ട്. ഒന്ന്, മാറ്റം അനിവാര്യമാണ്. കാസറ്റിൽ നിന്ന് CD-യിലേക്കും അവിടെ നിന്ന് MP3-യിലേക്കും മാറിയപ്പോൾ ഐവ അവിടെ തന്നെ നിന്നു. കാലത്തിനൊപ്പം മാറിയില്ലെങ്കിൽ നമ്മൾ ചരിത്രമായി മാറും. 2, ബ്രാൻഡ് വാല്യൂ. ലാഭമുണ്ടാക്കാൻ വേണ്ടി വില കുറച്ച് വിറ്റാൽ അവസാനം നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ അന്തസ്സാണ്. ഇന്ത്യയിൽ ഐവയ്ക്ക് പറ്റിയത് അതാണ്. വില കുറഞ്ഞപ്പോൾ ആളുകൾക്ക് വിശ്വാസം പോയി. വിശ്വാസം പോയാൽ പിന്നെ എല്ലാം പോയി. 3, മത്സരം. ചിലപ്പോൾ നമ്മളെ സഹായിക്കാൻ വരുന്നവർ തന്നെയാകും നമ്മളെ അവസാനിപ്പിക്കുന്നത്. സോണി ഐവയെ വാങ്ങിയത് രക്ഷിക്കാനാണോ അതോ എതിരാളിയെ കൊല്ലാനാണോ എന്നത് ഇന്നും ഒരു ചോദ്യമാണ്. ബിസിനസ്സിൽ സ്നേഹമില്ല, ലാഭം മാത്രമേ ഉള്ളൂ എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ സ്മാർട്ട് ടിവിയോ വാങ്ങുമ്പോൾ ഐവ എന്ന പേര് കണ്ടാൽ ഓർക്കുക, അതൊരു വെറും പേര് മാത്രമല്ല. അത് ഒരുപാട് ഉയർച്ച താഴ്ചകൾ കണ്ട, വീണിട്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഒരു പോരാളിയുടെ പേരാണ്.
സംഗീതം ഒരിക്കലും മരിക്കില്ല, അതുപോലെ ഐവയും മരിക്കില്ലായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.